ശലഭം സ്റ്റിച്ചിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അംബ്രല്ല സ്കേർട്ട് എങ്ങനെ അളവെടുത്ത് തയ്ക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ തയ്ക്കുന്ന അളവെന്ന് പറഞ്ഞാൽ 25 ഇഞ്ച് ഇറക്കവും 36 ഇഞ്ച് അരവണ്ണമുള്ള ഒരു അംബ്രല്ല സ്കേർട്ടിൻ്റെ അളവെടുത്ത് തയ്ക്കുന്ന വീഡിയോ ആണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഇത് 2.5 മീറ്റർ തുണിയാണ്. 2.5 മീറ്റർ തുണിനെ വീതിയിൽ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുക. എന്നിട്ട് നമ്മൾ ഈ കോൺ വശം കണ്ടല്ലോ, അവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കോണിച്ചെടുക്കുക. കണ്ടോ, ഈ കോണിൽ പിടിച്ചിട്ട് ഇങ്ങനെ മടക്ക് വശത്തിൻ്റെ ഈ കോണിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. കേട്ടല്ലോ. 36 ഇഞ്ച് ആണ് അരവണ്ണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം 36നെ 4 ഭാഗിക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 9. ആ 9 ഇഞ്ച് നമുക്കിങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് 9 ഇഞ്ച് കിട്ടുന്നത്. നമുക്കിവിടെ ഇങ്ങനെയാണ് 9 ഇഞ്ച് അങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക. ഇവിടെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാവേ. അത് നമുക്ക് ഇവിടുന്ന് താഴേക്ക് അത് എത്ര ഇഞ്ച് ഇറക്കമുണ്ടെന്ന് നോക്കാം. 12. അതേ ഇത് തന്നെ ഇവിടെയും കിട്ടണം. 12 അത് ഇങ്ങോട്ടേക്ക് കണ്ടോ 9 ഇഞ്ച് ഇങ്ങനെ നമുക്കൊരു ഇങ്ങനെ നമുക്ക് നമ്മൾ വരച്ചു കൊടുക്കാം. കണ്ടല്ലോ, 9 ഇഞ്ചാണ്. 36നെ 4 ഭാഗിക്കുമ്പോൾ 9. ആ 9 ഇഞ്ചാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ 9 ഇഞ്ച് താഴേക്ക് ഇവിടെ ഈ സൈഡിൽ എത്ര വരുന്നുണ്ടോ 12, അത് തന്നെ ഇപ്പുറത്തെ സൈഡിലും കിട്ടണം. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കാം. പിന്നെ ഇവിടുന്ന് താഴേക്ക് നമ്മൾ മൊത്തം 25 ഇറക്കമാണല്ലോ വേണ്ടത്. അപ്പോൾ ഒരു 4.5 ഇഞ്ച് നമുക്ക് അതിൻ്റെ പടി വെച്ച് കൊടുക്കാനായിട്ട് എടുക്കണം. അതിൻ്റെ ബാക്കിയുള്ളത് എത്രയാണോ 21 ആണ്. അപ്പോൾ 21ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൊടുത്ത് കറക്റ്റ് 21.5 നമുക്ക് താഴേക്ക് ഇവിടുന്ന് താഴേക്ക് അടയാളപ്പെടുത്താം. ഇവിടെ കറക്റ്റ് 21.5 ആണ് ഇട്ടിരിക്കുന്നത്. കറക്റ്റ് 21 മടക്കാണ് വന്നിരിക്കുന്നത്. 21.5. ആ 21.5 തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കണ്ടല്ലോ 21.5. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ 21.5 ഇങ്ങനെ നീക്കി നമുക്ക് ഇങ്ങനെ ഈ സൈഡ് വരെ നമ്മൾ അതുപോലെ കറക്റ്റാക്കി നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ ഷേപ്പിൽ നമുക്ക് ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാവേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത്ര മനസ്സിലായല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് അളവെടുത്ത് അളവ് വരച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കണേ. എന്നിട്ട് നമുക്കിങ്ങനെ കണ്ടല്ലോ, ഇത്രയും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത്രയും കട്ട് ചെയ്യുന്നതെന്നുള്ളത്, അളവെടുത്ത് കട്ട് ചെയ്യുന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത പടി എന്ന് പറഞ്ഞാൽ നമുക്കിതിന് മുകളിൽ പടി വെച്ച് കൊടുക്കണം. അതിനാക്കിയിട്ട് നമുക്ക് എത്രയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഇതിനെ നമുക്ക് നിവർത്തി കാണിക്കാവേ. കണ്ടോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 മടക്കാവേ. നമുക്ക് ഇവിടുന്ന് ഇവിടെ വരെ എത്രയാണെന്ന് നോക്കാവേ. 19. അപ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കി ഇട്ടിട്ട് നമ്മൾ പടി വെട്ടിയെടുത്തിട്ടുണ്ട്. 4.5 ഇഞ്ച് വീതിയിലും
19 ഇഞ്ച് നീളത്തിലും 19 ഇഞ്ച് എന്ന് പറഞ്ഞാൽ മടക്കിയിട്ടുള്ള അളവാണ് പറയുന്നത്. ഇങ്ങനെ മടക്കിയിട്ടിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് 19 ഇഞ്ച് നീളത്തിലും ഉള്ള പടി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് എങ്ങനെയാണ് സ്കേർട്ട് തയ്ച്ചെടുക്കുന്നത് എന്നുള്ളത് കാണിക്കാവേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഈ സ്കേർട്ട് എങ്ങനെ തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാവേ. അപ്പം നമ്മൾ പടിക്ക് വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഒരു സൈഡ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണേ. ഈ പടി വെട്ടിയതിൻ്റെ ഈ പടിയുടെ ഒരു സൈഡ് ഒരു അരയിഞ്ച് വെച്ച് ഒന്ന് മടക്കി ഒരു സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണേ. അത് എന്താണെന്ന് വെച്ചാൽ കാണിക്കാമേ. ഇത് ഞാനിപ്പം ഇത് തയ്ക്കുന്നത് പടി വെച്ച് കൊടുക്കുന്നത് ഈ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്കാണേ. അതാകുമ്പം നമുക്ക് എളുപ്പമുണ്ട് തയ്ക്കാനായിട്ട്. അപ്പം തുടക്കക്കാർക്കൊക്കെ ആണെന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് തയ്ച്ചെടുക്കാവുന്നൊരു രീതിയാണ്. നമ്മൾ നല്ല വശത്തു നിന്ന് അകത്തേക്ക് തയ്ക്കാനും പറ്റും. അത് ചേർത്ത് വെച്ച് തയ്ക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അതൊക്കെ ചിലപ്പോൾ അത് ഇങ്ങനെ തയ്യൽ മാറിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ തയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് പാവാടയുടെ ചീത്ത വശമാണ്. ചീത്ത വശത്തേക്ക് ഈ പടിയുടെ നല്ല വശം, അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു സൈഡ് മടക്കി അടിച്ചു കൊടുക്കുന്ന അവിടെ അല്ലാത്ത ഈ വശം ഇങ്ങനെ കണ്ടല്ലോ. പാവാടയുടെ ചീത്ത വശത്തേക്ക് പടിയുടെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാവേ. അപ്പം നമ്മളിങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ നേരെ ഇങ്ങനെ എടുത്ത് നല്ല വശത്തേക്ക് ഇങ്ങനെ ഈ തയ്യൽ കണ്ടോ അതിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാവേ. ശരി, കാണിച്ചു തരാവേ. അപ്പോൾ അതിനെ ഇങ്ങനെ എടുത്ത് നേരെ ഈ തയ്യലിൻ്റെ ഈ ഭാഗത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൈഡ് നമ്മൾ ഈ പടി വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു സൈഡ് നമ്മളിങ്ങനെ തയ്ക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ആ തയ്യലിൻ്റെ ഈ ഭാഗം കണ്ടല്ലോ, ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ ആ തയ്യലിൻ്റെ മേളിൽ കൂടെ ഇതിങ്ങനെ വെച്ച് മുകളിൽ കൂടെ ഇതിങ്ങനെ വെച്ച് നമുക്ക് ഇതേ പോയിൻ്റിൽ കൂടെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കാവേ. ഇങ്ങനെ നേരെ വെച്ച് കൊടുക്കണേ. എന്നിട്ട് കറക്റ്റ് അതേ തയ്യലിൻ്റെ മുകളിൽ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല വൃത്തിയിൽ വന്നില്ലേ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തോടെ ഇങ്ങനെ ചേർത്ത് ഇത് കണ്ട് ഈ അറ്റത്തോടെ നമുക്കിത് ഇങ്ങനെ അറ്റം വരെ നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കാവേ. എന്ന് വെച്ചാൽ അത് നേരെ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പടിയെ. നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ അറ്റത്തോടെ, അതായത് ഈ മുകൾ ഭാഗത്ത് അറ്റത്തോടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് നമുക്ക് വേണ്ട അളവെന്ന് പറഞ്ഞാൽ അരവണ്ണം എന്ന് പറയുന്നത് നമുക്ക് 36 ഇഞ്ചാണ്. 36 ഇഞ്ചിൽ നിന്ന് ഒരു 5 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കേണ്ടത്. 36 5 ഇഞ്ച് കുറച്ച് ഒരു 31 ഇഞ്ച് ഇത് നമ്മൾ ഈ ഇലാസ്റ്റിക് നമുക്ക് മുറിച്ചെടുക്കാവേ. അത് ഇട്ട് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലാസ്റ്റിക് ഒന്ന് ചേർത്ത് അതൊന്ന് വിട്ടു പോകാതിരിക്കാനായിട്ട് ഇലാസ്റ്റിക് ഒന്ന് ചേർത്ത് തയ്ച്ച് കൊടുക്കാവേ. തയ്ച്ച് കൊടുക്കാവേ. ഇനി നമുക്കിത് രണ്ട് വശവും ചേർത്ത് വെച്ച് തയ്ച്ച് കൊടുക്കാം. പാവാട നമുക്ക് രണ്ട് വശവും ചേർത്ത് വെച്ച് നമുക്ക് ഇത് ചേർത്ത് വെച്ച് തയ്ച്ച് കൊടുക്കാവേ. അത് താഴത്ത് ഭാഗത്തു നിന്ന് ഇങ്ങനെ മേളിലേക്ക് ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ അറ്റം വരെ താഴെ തൊട്ട് മുകൾ ഭാഗം വരെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കാവേ. ഇവിടെ വന്ന് ഇലാസ്റ്റിക് കൊടുക്കാം, ഇങ്ങനെ തയ്ച്ച് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ താഴെ തൊട്ട് മുകൾ ഭാഗം വരെ ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്.
ഇലാസ്റ്റിക്കിൻ്റെ ഈ ഭാഗമൊക്കെ ഈ സൈഡ് നമ്മളൊരു 2-3 സ്റ്റിച്ചൊക്കെ കൊടുക്കണേ. എന്തെന്ന് വെച്ചാൽ അത് വിട്ടു പോകാതെ നല്ല ഉറപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 തയ്യലൊക്കെ നമ്മളിങ്ങനെ കൊടുക്കണേ. പിന്നെ തിരിച്ചിട്ടിട്ട് നമുക്ക് അടിവശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അടിവശം ഇങ്ങനെ ഒന്ന് 1/4 ഇഞ്ച് മടക്കി ഒരു 1/4 ഇഞ്ച് മടക്കി ഇങ്ങനെ മടക്കി ഒന്നുകൂടെ ഒരു മടക്കി ഇങ്ങനെ അടിവശം തയ്ച്ചു കൊടുക്കാവേ. ചുറ്റിലും തയ്ച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിവശവും മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു അംബ്രല്ല സ്കർട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിതൊന്ന് തയ്ച്ച് നോക്കണേ. ഇങ്ങനെ അളവെടുത്തൊന്ന് തയ്ച്ച് നോക്കണേ. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് തന്നെ ഒന്ന് തയ്ച്ച് കൊടുക്കാമല്ലോ. അതിനൊന്ന് തയ്ച്ച് നോക്കണേ. അപ്പോൾ മറ്റൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.